അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിൽ ആർക്കും പങ്കില്ലെന്ന് മാനേജ്മെന്റ് വിശദീകരണ കുറിപ്പ്. ജാതി അധിക്ഷേപ ആരോപണം തെറ്റാണ്. ജീവനൊടുക്കാൻ കാരണം ലോണാപ്പ് ഭീഷണിയാണെന്ന് മാനേജ്മെന്റ്. അതിനിടെ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നുള്ള കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ആ ദൃശ്യങ്ങളിലേക്ക്. 4 അധ്യാപകർ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി ലോണാപ്പിന്റെ കാര്യത്തിൽ വിചാരണ, ഒരു കൈൻഡ് ഓഫ് വിചാരണ ചെയ്യുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. ഒരു അധ്യാപിക അതിൽ നിതിനെ ശകാരിക്കുന്നതും കാണാം. അതിനെ തുടർന്നാണ് ആത്മഹത്യയിലേക്ക് കാര്യങ്ങൾ പോയത്. വിശദീകരണക്കുറിപ്പിൽ ഈ പറയുന്ന നിതിൻ മാത്രമല്ല, നിതിൻ വീട്ടിൽ പറഞ്ഞിരുന്നതും ഓഡിയോയിൽ പറഞ്ഞിരുന്നതും മാത്രമല്ല, അല്ലാതെ അവിടെ പഠിക്കുന്ന കുട്ടികൾ പുറത്തു വന്ന് ഈ പറഞ്ഞ അധിക്ഷേപങ്ങളെ പറ്റി തുറന്നു പറഞ്ഞിരുന്നു. അതിനെപ്പറ്റിയൊന്നും മാനേജ്മെന്റ് വാർത്താക്കുറിപ്പിൽ എവിടെയും ഒരു വാക്ക് കമാന്ന് മിണ്ടുന്നില്ല. അതിന് ഉണ്ടാവില്ലെന്നോ ആവർത്തികളോ ഒന്നും മിണ്ടുന്നില്ല. ഇത് മൊത്തം ലോണാപ്പിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം ആദ്യം മുതലേ നമ്മൾ പോലീസിന്റെ ഭാഗത്ത് നടക്കം കാണുന്നുണ്ട്. അതിനെ തുടർന്ന് മാനേജ്മെന്റ് വിശദീകരണക്കുറിപ്പിലും ഏതാണ്ട് അതേ ടോണിൽ തന്നെയാണ് കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല എന്ന കൃത്യമായ പരോക്ഷമായ സൂചന ആ വിശദീകരണക്കുറിപ്പിൽ ഉണ്ട് താനും. നട്ടലിനും ശ്വാസകോശത്തിനും സംഭവിച്ച ക്ഷതമാണ് ഇതിന്റെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. അജീഷ്, തങ്ങളുടെ ഭാഗത്ത് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കൽ മാനേജ്മെന്റ് ആവശ്യമാണ്. അതിന് പ്രകാരമുള്ള വിശദീകരണക്കുറിപ്പിൽ അത്ഭുതം ഉണ്ടായിട്ട് കാര്യമില്ല. അജീഷ്. ഹാഷ്മി, ആ രീതിയിലുള്ള ഒരു വിശദീകരണ കുറിപ്പാണ് ഇന്ന് ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അതായത് ഈ ജീവൻ ഒടുക്കാൻ കാരണം ലോൺ ആപ്പ് എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് കോളേജിലെ ഒരു അധ്യാപിക ലതാ ശശിധരന് നിരന്തരമായിട്ടുള്ള ഭീഷണി സന്ദേശങ്ങളും ഫോൺ കോളുകളും വന്നെന്ന് പറയുന്നു. പ്രിൻസിപ്പലിന് ഇത് സംബന്ധിച്ച് അധ്യാപിക പരാതി നൽകി. ഈ പരാതി കുറിച്ച് ചോദിച്ചറിയാനാണ് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് നിതിൻ രാജിനെ വിളിച്ചു വരുത്തിയെന്നും ആ സമയത്ത് നിതിൻ രാജാണ് പറഞ്ഞത് ഇത് സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള അശോകിന് വേണ്ടിയിട്ടാണ് ഈ ലോൺ ആപ്പിൽ നിന്ന് വായ്പ എടുത്തതെന്ന് പറഞ്ഞു. അധ്യാപികയുടെ നമ്പർ ഈ റഫറൻസ് ലിസ്റ്റിൽ നിന്ന് മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ താൻ അധ്യാപികയുടെ നമ്പർ കൊടുത്തിട്ടില്ല എന്നാണ് നിതിൻ രാജ് പറഞ്ഞത്. എന്നാൽ പിന്നെ സൈബർ പോലീസിൽ പരാതി നൽകട്ടെ എന്ന് തീരുമാനിച്ചപ്പോഴാണ് ഈ പരാതി എഴുതാൻ വേണ്ടി അധ്യാപിക തയ്യാറായപ്പോഴാണ് നിതിൻ രാജ് റൂമിൽ നിന്ന് പുറത്തു പോയതും കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചതും എന്നുമാണ് ആശുപത്രിയുടെ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മാത്രമാണ് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും നിതിൻ്റെ മരണത്തിൽ കോളേജിലെ ആർക്കും ഒരു പങ്കുമില്ല എന്നുള്ളൊരു വിചിത്ര വിശദീകരണമാണ് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഒരു അധ്യാപകർക്കെതിരെയും ഈ ഡോക്ടർ റാമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അധ്യാപകർക്കെതിരെയും നിതിൻ ഒരു പരാതിയും ഇതുവരെയ്ക്കും നൽകിയിട്ടില്ല എന്നും ഈ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മുമ്പ് ചില പ്രശ്നങ്ങൾ കോളേജിന് പുറത്തുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കോളേജ് നിതിനെ പിന്തുണച്ചുവെന്നും കൗൺസിലിംഗ് നൽകുമെന്ന് ഉറപ്പ് നൽകി രക്ഷിതാക്കൾ നിതിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയെന്നുമാണ് ഒരു വിശദീകരണത്തിൽ പറയുന്നത്. അതായത് കോളേജിന് പുറത്ത് നടന്ന സംഭവങ്ങൾ പോലും ഈ മരണവുമായി കൂട്ടിക്കെട്ടുകയാണ് കോളേജ് അധികൃതർ ചെയ്തിരിക്കുന്നത്. അതായത് ഈ പ്രസ്റ്റീജ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് വേണ്ടി വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് മെഡിക്കൽ ഡയറക്ടറായിട്ടുള്ള പി അദ്നാൻ സിദ്ദിഖാണ്. അദ്ദേഹമാണ് ഈ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ജാതി വിവേചന ആരോപണം തെറ്റെന്നും ഈ നിതിന് ഒരാൾക്കെതിരെയും പരാതി ഇല്ലെന്നും ഈ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു വീഡിയോയും പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ ഈ നിതിൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി പ്രിൻസിപ്പൽ ഈ സഹോദരി ഭർത്താവ് അശോകിനെ വിളിക്കുന്ന ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ നിതിൻ്റെ മരണവുമായി മാനേജ്മെന്റിന് അല്ലെങ്കിൽ കോളേജിലെ അധ്യാപകർക്ക് ഒരു പങ്കും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കോളേജിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അതിന് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ലോൺ ആപ്പുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ മറ്റ് അധ്യാപകർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷണത്തിലാണ് വ്യക്തമാവേണ്ടത്. എന്തായാലും ചില വിദ്യാർത്ഥികളടക്കം ഈ ഡോക്ടർ റാമിൻ്റെ അല്ലെങ്കിൽ ചില അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായ പെരുമാറ്റത്തെക്കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട്. ഈ അന്നത്തെ ദിവസം ഈ ഡോക്ടർ റാമിനെ ഈ പ്രിൻസിപ്പളുടെ റൂമിലെ കണ്ടതായി ചില വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ മൊഴികളൊക്കെ നിൽക്കുമ്പോഴാണ് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ വിചിത്രമായ ഒരു വിശദീകരണ കുറിപ്പ് പുറത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.